ജീവിതയാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. അത് കേട്ടിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് നല്ല പരിചയമുള്ള ഒരു മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പോൾ എന്നെ ദക്ഷിണ കൊടുത്ത് അവിടെ കൊണ്ടിരുത്തി പാട്ട് പഠിപ്പിക്കാനൊക്കെ എന്റെ അച്ഛനും അമ്മയും നോക്കി. എന്നുവെച്ചാൽ മോൻ പാട്ട് പഠിക്കുക അല്ലെങ്കിൽ പാടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് കാണാൻ. പക്ഷെ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ചെന്ന് സിനിമാ പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ പരസ്യത്തിലുള്ള പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തി, ഞാൻ ചെന്നപ്പോ അവിടുത്തെ ഗുരുനാഥൻ സരിഗമപ്പ ധനിസ എന്നൊക്കെ എനിക്കൊരു ചെറിയ ക്ലാസ് ഒക്കെ തന്നു. അതെ, അപ്പോ ഞാനത് എനിക്കന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് എന്തുകൊണ്ടാണോ എനിക്കറിയാൻ പറഞ്ഞില്ല. എല്ലാം എനിക്ക് വൈകി, നേരത്തെ ഞാൻ ചേട്ടനോട് പറഞ്ഞ കണക്ക് എല്ലാം വൈകി ചിന്തിക്കുന്ന വ്യക്തിയാണ്, കുറച്ച് റേഷനാണ്, സ്ലോ ആയിട്ടാണ് എല്ലാം. അങ്ങനെ ഞാൻ അവിടെയും അച്ഛനോടും അമ്മയോടും തെറ്റ് കാണിച്ചു. കാരണം വേണമെങ്കിൽ എനിക്ക്, കാരണം അന്ന് എന്നെ കൊണ്ടുപോയി ചേർത്ത ആ സ്ഥലത്തുനിന്ന് ഒരുപാട് കുട്ടികൾ മ്യൂസിക് രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. നല്ലൊരു കരിയർ മിക്കവാറും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും ആ ഒരു രീതിയിൽ പോയിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു സ്കോപ്പ് കിട്ടിയേനെ. പക്ഷെ ഞാനും പറഞ്ഞ കണക്ക് സിനിമ പാട്ട് പഠിപ്പിക്കുന്നില്ല എന്ന ബാലിഷമായ കാരണത്താൽ ക്ലാസ്സിന് പോയില്ല. എല്ലാം കൊണ്ട് എന്റെ അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ ഞാനായിരുന്നു എന്റെ പേഴ്സണാലിറ്റിയുടെ കുറവ് തന്നെ ആയിരുന്നു ഞാൻ തിരിച്ചറിഞ്ഞു. അതെ, അവൾ ആ ഒരു തിരിച്ചറിവ് അല്ലെ, അവരവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു തിരുത്തൽ അവിടെയാണ്. അതെ അല്ലെ, നമ്മൾ സ്വയം തിരുത്തപ്പെടുക. അതിലൂടെ മാത്രമേ ഏതൊരു വ്യക്തികളാണെങ്കിലും നമുക്ക് നല്ലൊരു മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതെ, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല അല്ലെ. പക്ഷെ നമ്മളിത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ മോചിതനാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതെ, തീർച്ചയായിട്ടും ദൈവം അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് തരികയും ചെയ്തു. കാരണം ഞാനിങ്ങനെ അലസനായിട്ട് മുന്നോട്ട് സ്കൂൾ ജീവിതം നയിച്ചു. എന്റെ +1 +2 ഞാൻ പഠനകാലം ഇങ്ങനെ അലസനായിട്ട് കൂടുതൽ കാര്യങ്ങളിൽ വ്യാപൃതനാവാതെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തില് +2 കഴിഞ്ഞപ്പോൾ എന്റെ മൈൻഡിലൊരു ചിന്ത വന്നു, ദൈവമേ ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ? കാരണം ഞാൻ ഇപ്പോഴും എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നു, ഉൾവലിഞ്ഞിരിക്കുന്നു. എന്റെ ജീവിതം എങ്ങോട്ടാകും? എന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. എനിക്കൊരു സഹോദരിയുണ്ട്. അപ്പം എന്റെ സ്വന്തം കരിയർ, ഇതെല്ലാം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ടെൻഷൻ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി അച്ഛനും അമ്മയുടെയും തണൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ തണലിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്നെ പറിച്ചു നടപ്പെടേണ്ടത് അനിവാര്യമായി തോന്നി. കാരണം വേറെ ആരും സഹായമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുള്ളൊരു ദൃഢനിശ്ചയം എന്റെ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തു. കാരണം ഞാൻ നഴ്സിംഗ് ആയിരുന്നു ഞാൻ പിന്നീട് തെരഞ്ഞെടുത്തത്. കാരണം എനിക്ക് എന്റെ സ്വന്തം ഒരു തീരുമാനമായിരുന്നു. എന്റെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല, നീ നഴ്സിംഗ് പഠിക്കേണ്ട, നിനക്കതിന് കഴിയില്ല, നീ ഇവിടെ തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ കോഴ്സ് പഠിച്ചാൽ മതി. ഡിഗ്രിക്ക് പോയി മലയാളം പഠിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, BEd എടുത്ത് ടീച്ചർ ആവണമെന്ന്. പക്ഷെ കാരണം നമ്മുടെ വീട്ടിൽ അത്രയും സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ അതിനൊരു പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായില്ല. പിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് എങ്ങനെയെങ്കിലും, ഞാൻ കൊമേഴ്സ് ആണ്, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാം, ഞാൻ കൊമേഴ്സ് ആണ് തിരഞ്ഞെടുത്തത്, പഠിച്ചത്. എങ്കിലും എനിക്ക് ആതുര സേവനത്തിനോട് വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു, പ്രത്യേകിച്ച് വയോജനങ്ങളോട്. അത് എന്റെ മെയിനായിട്ടും എന്റെ അച്ചാമ്മയോടും അച്ചാച്ചനോടും ഉള്ള ഒരു സ്നേഹവും അവരോടുള്ള ഈ താല്പര്യത്തോടു കൂടിയാണ് എനിക്ക് ആ ഒരു താല്പര്യം എന്റെ മനസ്സിൽ ഉടലെടുത്തത്. എന്റെ ജീവിതത്തില് ഞാൻ ജോലി ചെയ്യുന്ന അവസാനം വരെയും വൃദ്ധജനങ്ങളായ പ്രിയപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഈ നഴ്സിംഗിന്റെ ആ ഒരു ജോലിയിലേക്ക് തന്നെ തീർച്ചയായും സാധാരണ നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നവർ ഒന്നെങ്കിൽ അവരുടെ ജീവിതത്തിലെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് നഴ്സിംഗ് തന്നെ വിവിധ മേഖലകളുണ്ടല്ലോ, അല്ലെങ്കിൽ കാർഡിയാക്, അല്ലെങ്കിൽ അതുപോലെ പല ടൈപ്സ് ഓഫ് നഴ്സിംഗ് ഉണ്ട്. അപ്പം എന്നെപ്പോലെ എനിക്ക് തോന്നുന്നു എല്ലാ നഴ്സുമാരും ചിന്തിക്കണമെന്നില്ല, എങ്ങനെയെങ്കിലും മാക്സിമം ഹൈപ്പിൽ എത്താവുന്ന രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടത്തിലേക്കായിരിക്കും എല്ലാവരും പോവുക.
ആവുക, അല്ലെങ്കിൽ പല മെഡിക്കൽ കോഴ്സുകൾ ഇന്ന് നിലവിൽ തന്നെയുണ്ട്. പക്ഷെ എനിക്ക് താല്പര്യം ജെറിയാട്രിക് നഴ്സിംഗ് എന്ന് പറയുന്ന വിഭാഗമാണ്. അതായത് പാലിയേറ്റീവ് കെയർ, അതായത് വയോജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ എന്താ പറയാ, മറ്റൊരാളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നേഴ്സ് ആവുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു താല്പര്യം. അങ്ങനെയാണ് ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുത്തത്. ബാംഗ്ലൂരിൽ പോയാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. പക്ഷെ അവിടെ ഒരു പിഴവ് പറ്റി എനിക്ക്. എന്തെന്ന് വെച്ചാല്, ഞാൻ സ്കൂളിൽ ഒരു കരിയർ കോച്ചിങ് എടുത്തിരുന്നു. ഒരു മാവേലിക്കരയുള്ള ഒരു ഏജൻസി. അവര് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചിട്ട് എന്നെ ബാംഗ്ലൂർ പഠിപ്പിക്കാമെന്നൊക്കെ. ഒരു കേരളം വിട്ടിട്ട് ഒരു അന്യഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ വ്യക്തിപരമായ ചില ദൗർബല്യങ്ങൾ മാറ്റണം, ചേഞ്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹവും കൊണ്ടിട്ട് ഞാൻ അത് ആ ഒരു വലിയ എന്താ പറയാ സ്വീകാര്യത, അവരെന്നെ സ്വീകരിച്ചത് ഞാൻ ഏറ്റെടുത്തു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നോക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ലെങ്കിലും പക്ഷേ അവസാന നിമിഷം എന്റെ കൂടുതൽ നിർബന്ധം കൊണ്ടിട്ട് എന്നെ അച്ഛനും അമ്മയും അങ്ങോട്ട് കൊണ്ടുപോയി ബാങ്കിലെല്ലാം ലോൺ എടുത്തിട്ടാണ് നഴ്സിംഗിന് വേണ്ടി ഞാൻ പോയത്. പക്ഷേ നിർഭാഗ്യവശാല് ഞാൻ 1 വർഷം മാത്രമേ ആ കോളേജിൽ പഠിച്ചുള്ളൂ. അംഗീകാരമില്ലാത്തതിന്റെ പേരിൽ 2ാം വർഷം പഠിക്കുന്ന സമയത്ത് അത് പൂട്ടിപ്പോയി. പക്ഷെ ഈ വിവരങ്ങളൊന്നും ഞാൻ എന്റെ വീട്ടിലോ എന്റെ നാട്ടിലോ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നും ഞാൻ ആ സമയത്ത് പറയും എന്ന് പേടിച്ചിട്ടാണ്. ഒരിക്കലും അല്ല. വഴക്ക് പറയുന്നതിന്റെ അല്ല, അവരെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അത്രയും വഴക്കും ബഹളവും ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യം പറയുന്ന വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു മറുനാട്ടിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ആ കോളേജിന്റെ വിശ്വാസ്യത നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഏജൻസി നമ്മളെ പൂർണ്ണമായും നമ്മളെ സഹായിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കില്ല. നമ്മൾ പോവുകയാണെങ്കിൽ അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ഉണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ ബാങ്ക് വഴി എടുക്കുന്ന ലോണ് നമുക്ക് ആ പൈസ അല്ലെങ്കിൽ ആ ഒരു നഷ്ടം വലുതായിരിക്കും. അന്യനാട്ടിൽ പോകുമ്പോൾ നമ്മളെ പറ്റിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് എല്ലാവരോടും അന്വേഷിച്ച്, പ്രിയപ്പെട്ട കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ അന്യദേശത്തുണ്ടെങ്കിൽ അവരോടൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ. അപ്പം ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ കോളേജ് ക്ലോസ് ചെയ്തു. എന്റെ ഒരുപാട് പൈസ നഷ്ടമായി. പക്ഷെ ഞാൻ നാട്ടിൽ വന്നില്ല. ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഞാൻ അവിടെ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം പലരുടെയും അതൊക്കെ പറയുമ്പോൾ ഏത് വിധം എല്ലാവരും എടുക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ഇതൊക്കെ പറയുന്നത് ഇത് കേൾക്കുന്നവർക്കെങ്കിലും ഒരു ചെറിയ മോട്ടിവേഷൻ ആയിക്കോട്ടെ. കാരണം ഞാൻ ഇങ്ങനെ എൻ്റെ കോളേജ് അടച്ചു പൂട്ടിയപ്പോൾ എനിക്ക് മുന്നോട്ട് ഒരു വഴിയില്ലായിരുന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് പോലെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചു. കാരണം അച്ഛൻ്റെ അമ്മയുടെ ഇത്രയും പൈസ ഞാനൊരു ഉത്സവം പോലെയാണ് നഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂർ വന്നത്. പ്രിയപ്പെട്ടവരെല്ലാം കുറേ പേര് എന്നെ സഹായിച്ചു. ഒരുപാട് അച്ഛനും അമ്മയും അതിൽ സന്തോഷിച്ചു. അവൻ അങ്ങനെയെങ്കിലും ഒരു ബോധമുണ്ട്. പലരും പറഞ്ഞു, അയ്യോ ഇവനാണോ ബാംഗ്ലൂരിൽ പോകുന്നത്, മലയാളം പോലും നന്നായി അറിയാത്ത ഇവൻ ബാംഗ്ലൂരിൽ പോയി എന്തു ഭാഷ സംസാരിക്കും, ആളുകളുമായിട്ട് എങ്ങനെ ഇവൻ മിങ്കിൾ ചെയ്യും എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചു. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഏജൻസി ശരിയായില്ല, പിന്നെ നമ്മൾ ചേർന്ന കോളേജ് ശരിയായില്ല, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടായി. ഞാൻ ഹോട്ടലുകളിൽ ജോലി ചെയ്തു. കാരണം എങ്ങനെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ ചില സമയം എന്റെ ചിലവെങ്കിലും നടക്കാൻ വേണ്ടി ഞാൻ പല രീതിയിൽ അവിടെ നാട്ടിൽ പോയി ജോലി ചെയ്യേണ്ടി വന്നു. അവിടുത്തെ ആളുകളോട് ഭാഷ അറിയാതെ അവരുടെ പല രീതിയിൽ അവരുടെ കുറ്റപ്പെടുത്തലുകൾക്കും അവരുടെ കയ്യിൽ നിന്ന് ചില സമയങ്ങളിൽ എനിക്ക് ഉപദ്രവങ്ങൾ വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ദൈവം നേരത്തെ പറഞ്ഞ ആ വെളിച്ചം എനിക്ക് തന്ന ഒരു മനക്കരുത്തായി. ഈ സമയത്ത് എനിക്ക് ഏത് നാട്ടിൽ പോയാലും ഒരു ഭയവും ഇല്ല. എനിക്ക് അത്യാവശ്യം ഞാൻ അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിലും ഏത് നാട്ടിൽ പോയാലും ഏത് ഭാഷ സംസാരിക്കാനും ഒരു കോൺഫിഡന്റ് ഇപ്പോൾ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. കാരണം ഈ കോൺഫിഡന്റും ഈ ധൈര്യവും എനിക്ക് നേരത്തെ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എവിടെ പോയാലും ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു വലിയ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാര്യം നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിൽ നമ്മൾ പകച്ചു നിന്നിട്ടുണ്ടല്ലോ, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവസാന ഘട്ടങ്ങളിൽ, അല്ലേ? പക്ഷെ എങ്കിലും നമ്മൾ
നമ്മുടെ ഉള്ളിലുള്ള ആ കഴിവ്, അല്ലെങ്കിൽ നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എന്താണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് പോയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നമ്മുടെ ആ ജീവിത പാഠവും നമ്മളെ പഠിപ്പിച്ചു അല്ലേ. നമുക്ക് ആ സ്ട്രെങ്ത് നിലനിർത്തി തന്നു. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു നന്ദി പറയണം. കാര്യം അവിടെ പശ്ചാത്താപമല്ല വേണ്ടത്. കാരണം നമുക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പം ലഗേഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരു വർഷമല്ല 2 വർഷത്തോളം ഞാൻ അവിടെ പല ജോലികളും ചെയ്തു എന്നുള്ളതാണ്, പല ത്യാഗങ്ങളും സഹിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതെല്ലാം ഞാൻ പിന്നീട് ഇപ്പം സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയൊരു വഴിയാണെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു. അല്ലെങ്കിൽ പലരുടെയും വാക്കുകൾ, അത് ഭാഷ പോലും അറിയാതെ അവരുടെയൊക്കെ വായിലിരിക്കുന്ന മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം എൻ്റെ അമ്മയോടും അച്ഛനോടും ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടായെങ്കിലും പറയുന്നെന്ന് വെച്ചാൽ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവം തന്നെയാണ്. അത് ദൈവമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരാൻ വേണ്ടി തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആ സാഹചര്യത്തിൽ എനിക്ക് ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. 24 മണിക്കൂർ ഒരു ഇരുളടഞ്ഞ വീടിനുള്ളിൽ ഒരു പേഷ്യൻ്റ്, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റും പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള അവരുടെ ബന്ധുക്കളുടെയും കൂടെ മാത്രം ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ ഞാൻ 1 വർഷത്തോളം കാലം ഞാൻ ജീവിച്ചു. അതായത് 1 വർഷം ഞാൻ അല്ലാത്ത മറ്റു ചില ജോലികളിൽ ഏർപ്പെട്ടു, 1 വർഷത്തോളം കാലം ഹോം നഴ്സിംഗ് ആയിട്ട് ജോലി ചെയ്ത് ഞാൻ അങ്ങനെ ജീവിച്ചു. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മൾ സ്ഥിരമായ ഒരു കാര്യം തന്നെ ആഗ്രഹിക്കുവാണെങ്കിൽ, ദൈവമേ അങ്ങനെ സംഭവിക്കണേ എന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ, ഒരു സ്കോപ്പും ഇല്ലാത്ത കാര്യം ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു സ്കോപ്പും ഇല്ല, നടക്കില്ല എന്ന് ലോകം തന്നെ വിധി എഴുതിയാലും നമ്മളുടെ ദൃഢനിശ്ചയവും നമ്മുടെ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടക്കാം സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു വഴി വേറെ തുറക്കും. ഇപ്പോൾ നേഴ്സിംഗ് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പ്രൊഫഷനിലൂടെ പോകണ്ടല്ലാത്ത വ്യക്തിയായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേറൊരു വഴി ദൈവം തുറന്നു തന്നേനെ. പക്ഷെ ഞാൻ അതിലൂടെ തന്നെ പോകേണ്ടത് അനിവാര്യമായതുകൊണ്ടാവാം 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കോളേജ് വേറൊരു മാനേജ്മെന്റ് ഏറ്റെടുത്ത് നടക്കുകയും പിന്നീട് ഞാൻ 2nd ഇയറും 3rd ഇയർ എക്സാം പാസ്സാവുകയും ചെയ്തു. പാസ്സായതിനു ശേഷം പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ നേരെ വിട്ടത് നമ്മുടെ മഹാരാഷ്ട്രയിലേക്കാണ്, മുംബൈയിലേക്കാണ്. കൊല്ലം ജില്ല വിട്ട് പുറത്തു പോകില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പലരും എന്നോട് മുഖത്തടിച്ചാണ് പറഞ്ഞത്, നീ കൊല്ലം ജില്ലയെന്നല്ല എൻ്റെ നാട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കാൻ പറ്റിയ ഒരാളാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടിട്ട് മഹാരാഷ്ട്രയിൽ മാത്രമല്ല, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, അങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ പ്രൊഫഷണൽ ജോലി ചെയ്ത വ്യക്തിയാണ് ഞാൻ. അങ്ങനെ അതെനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നി. നമ്മളീ പറയുന്നതൊക്കെ ഒത്തിരി പണം സമ്പാദിച്ചതുകൊണ്ടോ ഒരു വീട് വെച്ചത് കൊണ്ടോ ഒന്നും ഇപ്പം നമുക്ക് മാനസികമായ സന്തോഷം കിട്ടണമെന്നില്ല. നമ്മളുടെ അച്ചീവ്മെന്റുകൾ, നമ്മൾ എവിടെ നിന്നു, ഏതവസ്ഥയിൽ എത്ര ചെറുതായിരുന്നു, ഒരു പൊടി പോലെ ചെറുതായിരുന്ന വ്യക്തിയാണ്. എനിക്ക് വലിയ മോഹങ്ങളൊന്നും ഇല്ല, സത്യമായും പറയാം, എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നെക്കൊണ്ട് സാധിച്ചു, അത് തന്നെ ധാരാളം. ബോംബെയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പല ഏജൻസിയും പല പരിചയക്കാരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൈയും അല്ലെങ്കിൽ മറ്റൊരാളോട്ട് ഒരു സ്ട്രേഞ്ചറുമായിട്ട് സംസാരിക്കാൻ പോലും മാറിപ്പകച്ചിരുന്ന വ്യക്തി, പലരോടുമായി സംസാരിച്ച് ബന്ധപ്പെട്ട് ഞാൻ പിന്നീട് അവസാനമായി എത്തിപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരില് ഞാൻ എനിക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസും മറ്റു രീതികളും വെച്ചിട്ട് സിംഗപ്പൂരിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് പോവായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. അങ്ങനെ അപ്പം നമ്മുടെ സാമ്പത്തികവും നമ്മൾ നോക്കേണ്ടത് അനിവാര്യമാണല്ലോ. അപ്പം പെട്ടെന്നൊരു ഏജൻസി വഴി എനിക്ക് സിംഗപ്പൂരിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ തന്നെ ജോലി ലഭിക്കുകയും ഞാൻ പോവുകയും ചെയ്തു. എൻ്റെ ഏറ്റവും സ്വർഗതുല്യമായ കാലമായിരുന്നു ആ ഒരു പ്രിയപ്പെട്ട ഒരുപാട് അച്ഛനമ്മമാരുടെ കൂടൊപ്പം
അവരുടെ ഒരു മകനെന്നോണം അവരുടെ കൂടെ നടന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ചെയ്ത് അവർ തരുന്ന ആഹാരങ്ങളും കഴിച്ച് ഞാൻ ഒരിക്കലും ഞങ്ങളുടെ ഹോമിൽ, ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ എല്ലാ സ്റ്റാഫും അതൊരു വീട്, ഒരു കുടുംബം പോലാണ് കണ്ടത്. ഞാനും അങ്ങനെ തന്നെയാണ് കണ്ടത്. എനിക്ക് കുറേ കൂട്ടുകാരുണ്ട് അവിടെ, കുറേ അച്ഛനമ്മമാരുണ്ട്, കുറേ സഹോദരങ്ങളുണ്ട്. അത് എല്ലാം സന്തോഷമായിട്ട് പോയ ഒരു സ്വർഗതുല്യമായ നിമിഷം. പിന്നെ സിംഗപ്പൂരിലൊക്കെ ജീവിക്കുക എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ പോലൊരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. അത് ഞാനൊരു ഇപ്പോഴും ആ ഒരു വലിയ വലിയ ഓപ്പർച്യൂണിറ്റി ദൈവം എനിക്ക് തന്നതിൽ ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ അച്ഛനമ്മയോട്, എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്ത് പറയാനാ, ഞാൻ ആ സിംഗപ്പൂർ ലൈഫിൽ നിന്ന് ഇപ്പം ഞാൻ നാട്ടിൽ വന്നു വെച്ചാൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഞാൻ നാട്ടിൽ വന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇനിയും ഞാൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും എന്നൊരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള നമ്മുടെ ഉള്ളിലെ ചിന്തകൾ മാറ്റുക. നമുക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ പോകാൻ കഴിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ കഴിയും. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. നല്ല മനസ്സിൽ വിശുദ്ധി കൊണ്ട് നടക്കുക. ഒന്നാമത്തെ കാര്യം മനസ്സിൽ വിശുദ്ധി കൊണ്ട് നടക്കുക. ആരെയും നമ്മൾ നമ്മുടെ എയിമിൽ, നമ്മുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കൊടുക്കുക. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും നമ്മളിപ്പം അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം മൊത്തം നമ്മളിപ്പോൾ കേട്ടു. കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളാണ് നമ്മളിതുവരെ അദ്ദേഹം നമ്മളോട് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഓരോ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും അവൻ എന്താകണം, എങ്ങനാകണം, ഏത് രീതിയിൽ പോകണം, എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കണം എന്നൊക്കെ നമുക്ക് വിധിയുണ്ട്. അത് അനുഭവിച്ച് തന്നെ ആകണം. എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവരും അവരവരെ അച്ചീവ്മെന്റ് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഷ്ടവും ആപത്തും മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ചങ്ങാതിമാരാണ്. സാഹസത്തോടെ അതിനെ നേരിടുന്നവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. സ്നേഹത്തോടെ, സുരേഷ് പെർനാട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിതയാത്രയിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് പെരുനാട്.